ഹലോ ഗെയ്സ്, ഇന്നലെ രാത്രി ഒരു ഗുളിക കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. ഇന്ന് രാവിലെ എണീക്കുമെന്നൊരു ഡൗട്ടായിരുന്നേ. ഞാൻ എണീറ്റാലേ ഇവിടെ ഒരാൾക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ എന്നോർത്ത് ഞാൻ വേഗം തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും കിഴങ്ങറിയാണ്. ഇടിയപ്പത്തിലുള്ള ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്ന് കിണ്ടി മാറ്റി വെക്കുന്നുണ്ടേ. ഉരുളക്കിഴങ്ങിലോട്ട് സവാളയും പച്ചവെള്ളമൊക്കെ അരിഞ്ഞ് അതും വേഗം അടുപ്പത്തോട്ട് കയറ്റി കേട്ടോ. ഇന്നലത്തെ ക്ഷീണം കൊണ്ടാണെന്നറിയില്ല കേട്ടോ. ഇന്നലെ രാത്രി തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പാലും കവറൊന്ന് വീണായിരുന്നു കേട്ടോ. കുറച്ച് പാലധികം പോയിട്ടോ നിലത്ത്. അതുകൊണ്ട് തന്നെ ഇന്ന് ബൂസ്റ്റ് ഇട്ട പാലൊന്നുമില്ല കേട്ടോ, വെറുതെ ചായ മാത്രമുള്ളേ. പണ്ടൊക്കെ ഞാൻ ഈ ഇടിയപ്പം വീച്ചാൻ വേണ്ടി ഉമ്മച്ചിനോട് കുറേ വാശി പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് എന്തിനീ ഈ സാഹസികമൊക്കെ കാണിക്കുന്നത്. ഒടുക്കത്തെ പാടായിരുന്നു കേട്ടോ ഇന്ന് ഇടിയപ്പം വീച്ചാൻ വേണ്ടിയിട്ട്. ഇന്ന് കുറച്ച് വെള്ളം കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിലവുന്നുണ്ട് കേട്ടോ ഇടിയപ്പത്തിലോട്ട്, തേങ്ങ പോരാണ്ടായപ്പോൾ. പിന്നെ കറിയൊക്കെ ഇവിടെ സെറ്റാകുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ചായ കുടിക്കാൻ ഓർത്തേ. ഈ ചൂട് ചായ നമ്മളെ വയറ്റിലോട്ട് എത്തുമ്പോൾ ഒരു ഭയങ്കര സുഖമാണ് കേട്ടോ. ഒരു മഞ്ഞ് വീഴുന്ന സുഖം എന്നൊക്കെ പറയാറില്ലേ, അതുപോലത്തെ ഒരു സുഖമാണേ. പിന്നെ ഞാൻ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടൊരു നാങ്കുട്ടയായിട്ട് എടുക്കുന്നത്. ഈ സത്യം പറയാൻ രണ്ട് കോമ്പവും കൂടി ചേർന്ന് പോകില്ല കേട്ടോ. പക്ഷേ എനിക്കെന്തോ ഇഷ്ടം കേട്ടോ. രണ്ടിന് നല്ല മധുരമുള്ളതുകൊണ്ട് നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. എന്നാലും എനിക്കിഷ്ടം കേട്ടോ. പിന്നെ ഇടിയപ്പം ബീച്ചിന് ആ തട്ടിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുത്താണ്ടല്ലോ നമുക്ക് വേഗം തന്നെ ഇടിയപ്പം തട്ടി കൊടുത്ത് അപ്പം തന്നെ വീയും കേട്ടോ. സ്പൂണിൻ്റെ ആവശ്യമേ ഇല്ല. അപ്പോൾ ഇടിയപ്പവും നല്ല ഉരുളക്കയും കറിയും കൊണ്ട് നല്ലൊരു